ഇന്ത്യൻ സൈന്യം അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ നടത്തിയ ഉഗ്രൻ സർജിക്കൽ സ്ട്രൈക്കിന് സമാനമായ അത്യാധുനിക പോയിന്റ് ബ്ലാങ്ക് ഓപ്പറേഷനിലൂടെ ഒടുവിൽ അർജുൻ ആയങ്കിയെ പോലീസ് വലയിലാക്കി. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വനിതാ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ആയങ്കിയെ ഞായറാഴ്ച വെളുക്കും മുൻപ് അതീവ രഹസ്യമായാണ് പ്രത്യേകാന്വേഷണ സംഘം വളഞ്ഞിട്ട് പിടികൂടിയത്. ആഴ്ചകളായി ഡിജിറ്റൽ ഇടങ്ങളിലൂടെ സിസ്റ്റത്തെയും പോലീസിനെയും പരിഹസിച്ച കുപ്രസിദ്ധ പ്രതിയുടെ അഹങ്കാരം ആഭ്യന്തര വകുപ്പിന്റെ കടുത്ത ഇടപെടലിൽ നിമിഷ നേരം കൊണ്ട് തരിപ്പണമായി. കേസിലെ പ്രധാന വഴിത്തിരിവായത് ആയങ്കിയുടെ അടുത്ത കൂട്ടാളി ജിതിന്റെ കസ്റ്റഡിയാണ്. ജിതിൻ പിടിയിലായതോടെ തന്നെ അർജുൻ ആയങ്കി പോലീസിന്റെ നിരീക്ഷണ വലയത്തിലായി കഴിഞ്ഞിരുന്നു. മുടക്കോഴിമല പോലുള്ള സങ്കീർണവും ഉൾക്കാടുകളുമുള്ളതുമായ മേഖലകളിലേക്ക് പ്രതി കടക്കാതിരിക്കാൻ DIG കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ തടസ്സങ്ങൾ ഒരുക്കിയിരുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ തന്ത്രങ്ങൾക്ക് മുന്നിൽ രക്ഷയില്ലാതെ വന്നതോടെയാണ് ആയങ്കിക്ക് കണ്ണൂർ നഗരമധ്യത്തിലെ അപ്പാർട്ട്മെന്റിലേക്ക് താവളം മാറ്റേണ്ടി വന്നത്. ജിതിനിൽ നിന്ന് ചോർത്തിയെടുത്ത നിർണായക വിവരങ്ങൾ അതേസമയം തന്നെ കണ്ണൂർ റേഞ്ച് DIG കെ കാർത്തിക്, ക്രമസമാധാന ചുമതലയുള്ള ADGP P വിജയന് തത്സമയം കൈമാറിക്കൊണ്ടിരുന്നു. പോലീസ് ആസ്ഥാനവും ആഭ്യന്തര വകുപ്പും ഒരേപോലെ ഉണർന്നിരുന്ന അർദ്ധരാത്രിയായിരുന്നു അത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അതീവ ആകാംക്ഷയോടെ ഈ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും കൺട്രോൾ റൂം തലത്തിലുള്ള റിപ്പോർട്ടുകൾ കൃത്യമായി വിലയിരുത്തുകയും ചെയ്തു. പോലീസ് സംഘം അപ്പാർട്ട്മെന്റിലേക്ക് ഇരച്ചു കയറുകയും ആയങ്കിയെ കീഴടക്കുന്നതുമായ രംഗങ്ങൾ തത്സമയം ആഭ്യന്തരമന്ത്രി നിരീക്ഷിച്ചിരുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇതിന് സ്ഥിരീകരണമില്ല. ചെന്നിത്തലയെല്ലാം ലൈവിൽ കണ്ടുവെന്നാണ് സൂചന. സൈനിക ദൗത്യങ്ങൾക്ക് സമാനമായ അച്ചടക്കത്തോടെയും രഹസ്യ സ്വഭാവത്തോടെയുമാണ് ഓരോ നിമിഷവും പോലീസ് സംഘം നീങ്ങിയത്. അപ്രതീക്ഷിത ആക്രമണത്തിൽ പ്രതിരോധം തീർക്കാൻ സമയം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ആയങ്കി ക്രമസമാധാന പാലകരുടെ കൈക്കുള്ളിലായി. ഈ സാഹസികവും വിജയകരവുമായ അറസ്റ്റ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ തൂഫാൻ പ്രതിച്ഛായയ്ക്ക് വലിയ കരുത്താണ് പകർന്നിരിക്കുന്നത്. സർക്കാരിനെയും പോലീസിനെയും വലിപ്പ ചെറുപ്പമില്ലാതെ വെല്ലുവിളിക്കുന്ന കുറ്റവാളികളെ വെച്ചു പൊറുപ്പിക്കില്ലെന്ന ശക്തമായ രാഷ്ട്രീയ ഭരണ സന്ദേശമാണ് ഇതിലൂടെ നൽകപ്പെട്ടത്. ആഭ്യന്തരമന്ത്രിയുടെ കടുത്ത നിലപാടുകളും ADGP P വിജയന്റെ തന്ത്രപരമായ ഏകോപനവും ചേർന്നാണ് ആയങ്കിയുടെ സോഷ്യൽ മീഡിയ വീരവാദങ്ങൾക്ക് പൂട്ടിട്ടത്. വനിതാ അഭിഭാഷകയുടെ ഫ്ളാറ്റിൽ പോലീസ് ഇരച്ചു കയറുമ്പോൾ നീലയും കറുപ്പും കലർന്ന ടീഷർട്ടും അതിനു മുകളിലായി ക്വാഡ്രോറിയുടെ നീല ഷർട്ടുമായിരുന്നു ആയങ്കിയുടെ വേഷം. റെയ്ഡ് ആരംഭിച്ച വിവരമറിഞ്ഞ അപ്പാർട്ട്മെന്റിന്റെ പിൻവാതിലിലൂടെ ഇരുട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ പ്രതി അവസാന നിമിഷം ശ്രമം നടത്തിയെങ്കിലും ഫ്ളാറ്റിന് ചുറ്റും പഴുതടച്ച് നിലയുറപ്പിച്ചിരുന്ന കണ്ണൂർ സ്ക്വാഡ് ഇയാളെ വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു.